അതുകൊണ്ട് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ചർച്ചകൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, വരും തലമുറകളുടെ അഭിപ്രായങ്ങൾ, ജൻസിയുടെ അഭിപ്രായങ്ങൾ, ഇതിനെയൊക്കെ അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മൂന്നാമതും അധികാരത്തിലേറാമെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അതൊരു പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ്, മിഥ്യാധാരണയാണ്. ആരോ കുഴലൂത്തുകാർ പിണറായി വിജയനെ പറഞ്ഞു പറ്റിക്കുന്നതാണ് പിണറായി വിജയൻ ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന കപ്പിൽ ചായ കുടിച്ചത് പോലും ഏതോ PR ഏജൻസി എഴുതി ഉണ്ടാക്കി, അങ്ങനെ പ്രിന്റ് ചെയ്തൊരു കപ്പ് ഉണ്ടാക്കി ആ കപ്പിൽ ചായ വെച്ച് കൊടുത്തു. പിണറായി വിജയൻ അത് കുടിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം കാന്തപുരത്തിൻ്റെ ഒരു കേരള യാത്രയിൽ പിണറായി വിജയൻ 1 മണിക്കൂർ പ്രസംഗിക്കുന്നത് കണ്ടു. എന്താ പ്രസംഗിച്ചത്? ആരോ എഴുതി കൊടുത്ത് നോക്കി വായിക്കുക. പക്ഷേ അതിനുശേഷം പ്രസംഗിക്കാൻ വരുന്നത് VD സതീശനാണെന്ന് പിണറായി വിജയൻ അറിഞ്ഞില്ല. VD സതീശൻ നോക്കലുമില്ല വായിക്കലുമില്ല, 5-8 മിനിറ്റ് നിന്ന നിപ്പിൽ ഒരൊറ്റ ശ്വാസത്തിൽ പലതും പറഞ്ഞു തീർത്തു. 1 മണിക്കൂർ നോക്കി വായിച്ചത് വെറുതെയായി. പിണറായി വിജയൻ്റെ എനർജി വേസ്റ്റായി, എഴുതി കൊടുത്തവൻ്റെ എനർജി വേസ്റ്റായി, എല്ലാം വേസ്റ്റായി. വെറും 8 മിനിറ്റ് കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തു. അപ്പോൾ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട പലതുണ്ട്. കുഴലൂത്തുകാർ പറയുന്നതും പറഞ്ഞു പറ്റിക്കുന്നതുമല്ല പൊതുസമൂഹത്തിൽ നടക്കുന്നത്. അവർ ഈ വേട്ട കൊണ്ട്, രാഷ്ട്രീയ വേട്ട കൊണ്ട്, രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്കിടയിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അന്തംഗമ്മി അടിമകൾ മനസ്സിലാക്കുന്നത് നല്ലതാ. അതുപോലെ ഈ അടിമകളുടെ രാജാവും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ പറഞ്ഞു വെക്കാനുള്ളൂ.